പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗോവിന്ദിന്റെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ് കിഷോർ. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് കിഷോർ അവർണികയുടെ മുന്നിൽ ചെന്നുപെടുന്നത്. ഇതോടെ കിഷോറിനെ കുറിച്ചുള്ള എല്ലാ വിവരവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അവർണിക, നിന്നെ ഗീതു അപമാനിച്ച് ഇറക്കിവിട്ടതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ പൊട്ടിത്തെറിക്കുകയാണ് കിഷോർ. ആ ഗീതു കാരണമാണ് ഞാൻ ഇതുപോലെ നശിച്ച് നാറാണക്കല്ലെടുത്തത്. പക്ഷേ ഇനി അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ എന്നേക്കുമായി കൊന്നുകളയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള ശേഷിയൊന്നും നിനക്കില്ലടാ, നീ അതിനുള്ള കഴിവില്ലാത്തവനാണ് എന്ന് വ്യക്തമാക്കുകയാണ് അവർണിക. ഇതോടെ അവർണികയോട് എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കിഷോർ അവർണികയെയും താൻ നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അവർണിക എങ്ങനെയാണ് ഇനി നിന്നെ നേരിടാൻ പോകുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന അനാമിക, നിനക്കിപ്പോൾ പൈസയും പ്രതാപവും പവറുമില്ല. നീ വെറും തെരുവുനായയെ പോലെയാണ്. ആർക്കും നിന്നെ കല്ലെറിയാം, തല്ലാം. പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ നിനക്ക് സഹായം ഞാൻ നൽകുന്നതാണ്. എൻ്റെ കയ്യിൽ പണവും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസുമുണ്ട് എന്ന് അനാർക്കലി പറഞ്ഞതിനെ തുടർന്ന് മറ്റു വഴികൾ ഇപ്പോൾ തൻ്റെ മുന്നിലില്ല എന്ന് മനസ്സിലാക്കുന്ന കിഷോർ അനാർക്കലിയുടെ കൂടെ ഞാൻ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, എനിക്ക് അവർണികയോടും ഗീതുവിനോടും പ്രതികാരം ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം എന്ന് വ്യക്തമാക്കുന്ന അനാർക്കലി ഇതേ തുടർന്ന് പുതിയ തന്ത്രം പ്രയോഗിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതോടെ കിഷോറിന് കൂടുതൽ കോൺഫിഡൻസ് വന്ന് ചേരുകയും ചെയ്യുന്നു. കിഷോറും അനാർക്കലിയും ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. ആദ്യ അടി കിട്ടുന്നത് അവർണികയ്ക്കാണ്. ഇതോടെ അവർണിക ആകെ ഞെട്ടിപ്പോകുന്നു. ഇങ്ങനെയൊരു തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർണിക. കിഷോർ ആകട്ടെ അവർണികയുടെ കമ്പനികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ്. ഇതേ സമയം അനാർക്കലിയാകട്ടെ ഗീതുവിൻ്റെയും അതുപോലെ തന്നെ കിഷോറിൻ്റെയും പതനം കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നത് അവർക്കും തലവേദനയാകുന്നു. ഇതിനിടയിലാണ് രാധിക വീണ്ടും അനാർക്കലിയെ കാണാൻ ഇടയാകുന്നത്. ഇതോടെ അനാർക്കലിയോട് പുതിയ നീക്കത്തെ പറ്റി പറയുന്നതിനായി രാധിക തയ്യാറാകാതെ ഒഴിഞ്ഞ് മാറുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.